2024-2025 PSC പരീക്ഷകളിലെ ഇംഗ്ലീഷ് ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്ന നമ്മുടെ ഈ സീരീസിലെ 13ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിലും നമ്മൾ 20 ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഇതുവരെ ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെയും ലിങ്കുകൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി ഇതിനോടകം ചെയ്ത എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ ഓരോ ക്ലാസ്സിലും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പറിലെ ഒരു ചോദ്യം നിങ്ങൾക്ക് തരും. അതിൻ്റെ ഉത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതൊരു റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇതേപോലെ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതെന്ന് പറയുന്നത് ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യങ്ങളുടെ ഒരു ചോദ്യമായിരുന്നു. അതെന്ന് പറയുന്നത് ഇതായിരുന്നു 72ാമത്തെ ചോദ്യം. എയ്തർ ദ കാസ് ഓർ ദ ഡയറക്ടർ ഡാഷ് റെസ്പോൺസിബിൾ എന്നുള്ളത്. ഓക്കെ, ഇതിന്റെ ഉത്തരം നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുമ്പോൾ പറഞ്ഞു തരും. ഈ ക്ലാസ്സിൽ ഞാൻ തരുന്ന ചോദ്യം എന്ന് പറയുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യപേപ്പറിലെ, അതായത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 LD ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 30/8/2024 നടന്ന പരീക്ഷയിലെ ഒരു ചോദ്യമാണ്. ഓക്കെ, ഇതാണ് 63ാമത്തെ ചോദ്യം, ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം. ഓക്കെ, യു നെവർ സേ വാട്ട് യു ആർ തിങ്കിങ് ഡാഷ്. പിന്നെ ശരിയായ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഏതാണ് ഇതിന്റെ ആൻസർ വരിക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത 20 ചോദ്യങ്ങളടങ്ങിയ ചോദ്യപേപ്പറിലെ ബാക്കി 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിന്റെ ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിരുന്നു. ഈ ചോദ്യപേപ്പർ ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. സ്റ്റെനോ ടൈപ്പിസ്റ്റ്, ക്ലാർക്ക് ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2. ഇതെന്ന് പറയുന്നത് ഓഗസ്റ്റ് 13-ാം തീയതി 2024 ഓഗസ്റ്റ് 13-ാം തീയതി നടന്ന പരീക്ഷയാണ്. അപ്പൊ നോക്കാം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് യുവർ കാർ ഫ്രം ദ വേ. നമുക്കറിയാം വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വേണ്ടത്? ജെറണ്ട് ഫോം ആണ്. സോ ING ഫോം ആണ് വരേണ്ടത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഈ ചോദ്യം ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചത്. നോക്കാം, എയ്തർ ഓർ അല്ലെങ്കിൽ നെയ്തർ നോർ വെച്ച് നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഓറിനോ അല്ലെങ്കിൽ നോറിനോ ശേഷം വരുന്ന ഈ നൗണിനെ ആയിരിക്കണം നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് പരിഗണിക്കേണ്ടത്. അല്ലെങ്കിൽ ഇതിനെ ആശ്രയിച്ചായിരിക്കണം നമ്മളിവിടെ വെർബ് എഴുതേണ്ടത്. ഇവിടെ എന്തൊക്കെ? ദ ഡയറക്ടർ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ ഇതിനകത്ത് സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? വാസ് ആണ്. ആറും വേറും പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. ആം ഐയുടെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ആണ്, അതായത് വാസ് ആണ്. ഇനി അടുത്ത കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ കീസ് ആണ് വന്നിരിക്കുന്നത്. കീസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ബഞ്ച് ആണ് പറയേണ്ടത്. ബഞ്ച് ഓഫ് കീസ് എന്നാണ് വരേണ്ടത്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. ഗ്രൂപ്പിനെ എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാവുന്ന ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതും വരില്ല, ഇതും വരില്ല, ഇതും വരില്ല. ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് ഡാഷ് യു കാൻ കംപ്ലീറ്റ് യുവർ പ്രൊജക്ട്. അല്ലേ? അപ്പോൾ യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം, അല്ലേ എന്നർത്ഥമില്ല. അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ എന്നൊരർത്ഥമാണ് വരേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അല്ലെങ്കിൽ എന്നൊരർത്ഥം വരുന്ന ഏതായിരിക്കും? വേറസ് നമുക്കറിയാം നേരെ മറിച്ച് എന്നർത്ഥത്തില്ല. ഹവർ എന്നിരുന്നാലും മോറോവർ എല്ലാത്തിനും ഉപരി, അല്ലേ എന്നാണ് മോറോവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്? അതർവൈസ് എന്ന് പറയുമ്പോൾ ആയിരിക്കണം എന്താണ്? അല്ലെങ്കിൽ എന്നൊരർത്ഥം വരുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നമുക്ക് ഇവിടെ ഇഫിൽ തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടുത്തെ ടെൻസ് എന്ന് പറയുന്നത് ഹാഡ് പ്ലസ് V3 ആണ്. സോ ഇത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വുഡ് ഹാവ്, ഷുഡ് ഹാവ്, മൈറ്റ് ഹാവ് പ്ലസ് V3 എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന നോക്കുമ്പോൾ ഇവിടെ വുഡ് ഹാവ് വന്നിട്ടുണ്ട്. വുഡ് ഹാവ് പ്ലസ് V3. സോ ഈ എ ആണ് കറക്റ്റ് ആൻസർ. ഐ വുഡ് ഹാവ് പ്രിപ്പയർഡ് യുവർ ഫേവറേറ്റ് ഡിഷസ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് കറക്റ്റ് റിപ്പോർട്ടർ സ്പീച്ച്. നോക്കുക, ഷീ ആസ്ക്ഡ് മീ. അവൻ എന്നോട് ചോദിച്ചു. എന്താണ് അവൻ ചോദിച്ചത്? നിനക്ക് ലഞ്ച് വേണമോ എന്ന്. അപ്പം ലഞ്ച് വേണമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കൺഫർമേഷന് വേണ്ടി ചോദിക്കുന്ന ചോദ്യമാണ്. അതിന്റെ ഉത്തരം എപ്പോഴും യെസ്സോ അല്ലെങ്കിൽ നോ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഫിലോ വെതറിലോ തുടങ്ങണം. ഇവിടെ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഇഫിൽ തുടങ്ങിയിരിക്കുന്നതാണ് ഈ ഒരു എ എന്ന് പറയുന്ന ഓപ്ഷനേ ഉള്ളൂ. ബാക്കിയെല്ലാം സഹായക്രിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ അതെല്ലാം തെറ്റാണ്. അങ്ങനെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും, അല്ലേ? ഇഫിലോ വെതറിലോ ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത്. എന്ത്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിന്. അതായത് ഈ ചോദിക്കുന്ന ഉത്തരം ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ
റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളത് ഇഫിലോ വെതറിലോ തുടങ്ങണം. ഇവിടെ ഇഫും വെതറായിട്ട് വന്നിട്ടില്ല, ഇഫ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ ഇത് നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇഫ് ഐ നീഡഡ് ലഞ്ച്, ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഡാഷ് ദ സ്പോട്ട്. അതായത് ഞങ്ങൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ ആ കള്ളൻ അവിടെ നിന്ന് പോയിരുന്നു എന്ന് അർത്ഥത്തിലാണ്. അപ്പൊ ഇത് പാസ്റ്റ് ടെൻസിലെ 2 ഇൻസിഡന്റ് ആണ്. ഈ 2 ഇൻസിഡന്റുകൾക്ക് തമ്മിൽ എന്തുണ്ട്, കാലതാമസമുണ്ട് അല്ലേ. അതായത് ഞങ്ങൾ എത്തുന്നതിന് മുമ്പേ തന്നെ അവർ പോയെന്ന് പറയുമ്പോൾ ഇത് രണ്ടും വ്യത്യസ്ത സമയങ്ങളിൽ നടന്നതാണ്. അപ്പൊ ഇതിൽ ആദ്യം നടന്നത് ഏത്, അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നമ്മൾ ഈ ടെൻസിൽ എഴുതണം, സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കണം എഴുതേണ്ടത്. ഇവിടെ ഓൾറെഡി സിമ്പിൾ പാസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നടന്നത് തീഫ് ആടുന്ന് പോയെന്നുള്ളതാണ്. അപ്പോൾ അവിടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരേണ്ടത്. അതായത് ഹാഡ് പ്ലസ് V3 ആണ് വരേണ്ടത്, ഹാഡ് പ്ലസ് V3. അപ്പൊ ഹാഡ് പ്ലസ് ലീവിന്റെ V3 എന്താണ്, ലെഫ്റ്റ്. അപ്പൊ ഹാഡ് ലെഫ്റ്റ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നോക്കാം, രമേശ് ഈസ് ഡാഷ് MBA ഗ്രാജുവേറ്റ്. പലരും ഈ ആർട്ടിക്കിൾസ് എഴുതുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എഴുതുന്നത് അക്ഷരങ്ങളെ നോക്കിയായിരിക്കും. നമ്മൾ മനസ്സിലാക്കുക, അക്ഷരങ്ങളെ നോക്കി ആവരുത്, അവിടുത്തെ തുടക്കത്തിൽ ഉച്ചാരണത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എഴുതാം. ഇവിടെ MBA എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എ എന്ന് പറഞ്ഞത് MBA അല്ലെ. അപ്പൊ എ എന്നൊരു ഉച്ചാരണമാണ് ഇവിടെ വരുന്നത്. എ എന്ന് പറയുന്നത് വവൽ സൗണ്ട് ആണ്. സോ അവിടെ നമ്മൾ ആൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്, ആൻ. അപ്പൊ രമേശ് ഈസ് ആൻ MBA ഗ്രാജുവേറ്റ് എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ദ ഉപയോഗിച്ചില്ല? ദ എപ്പോഴും നമ്മൾ ഡെഫിനറ്റ് ആയിട്ടുള്ളതിന്റെ മുന്നിലാണ് എഴുതേണ്ടത്. ഇവിടെ രമേശിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കാം, ദ ഉപയോഗിക്കാൻ പാടില്ല. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എയും ആനുമാണ്. അതിൽ നമുക്കിവിടെ ആനേ പറ്റത്തുള്ളൂ, കാരണം ഇവിടെ എ എന്നൊരു ഉച്ചാരണം ഉണ്ടായതുകൊണ്ട്. സോ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം, ഹിസ് എക്സ്പ്ലനേഷൻ വാസ് സോ കോംപ്ലിക്കേറ്റഡ്. അവന്റെ എക്സ്പ്ലനേഷൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ അവന്റെ ക്യൂറിയസിനോട് റെസ്പോണ്ട് ചെയ്തുള്ളൂ. അപ്പൊ കുറച്ച് സ്റ്റുഡൻസ് എന്ന് പറയാൻ വരണം. കുറച്ച് എന്നൊരർത്ഥം വരുന്ന ഇതിനകത്ത് ഏതൊക്കെയാ, എ ലിറ്റിലും എ ഫ്യൂയും. പിന്നെ ദ ലിറ്റിലും ഇത്തിരിയും കൂടെ, ഇത്തിരി ഈ കുറച്ചുള്ളതിനേക്കാളും കൂടെ ഇച്ചിരിയും കൂടെ ഉള്ളതിന് ഇത്തിരി എന്ന് പറയാൻ പറ്റും നമ്മൾ ദ ലിറ്റിൽ ഉപയോഗിക്കും. അപ്പൊ എ ഫ്യൂയും ദ ലിറ്റിലും എ ലിറ്റിലും എന്താണ്, പോസിറ്റീവ് മീനിങ് ആണ്. ലിറ്റിലാകുമ്പോൾ ഇല്ല എന്നർത്ഥമില്ല, നെഗറ്റീവ് ആണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ എ ഫ്യൂ ആണോ എ ലിറ്റിലാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇവിടെ കുറച്ചെന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. എ ഫ്യൂ ആണോ എ ലിറ്റിലാണോ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഫ്യൂ എപ്പോഴും എന്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ എ ഫ്യൂ എന്നൊക്കെ പറയുന്നത് എപ്പോഴും കൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. ലിറ്റിലൊക്കെ എപ്പോഴും അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ ആണ്. സോ നമുക്ക് എ ഫ്യൂ ഉപയോഗിക്കാം. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താണ്, എ ഫ്യൂ. ഇവിടെ സ്റ്റുഡൻസിന് പകരം അൺകൗണ്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരുന്നെങ്കിൽ നമുക്ക് എ ലിറ്റിൽ ഉപയോഗിക്കാമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ ഫ്യൂ. ഇനി അടുത്ത ചോദ്യം, പുട്ട് ദ ഫ്രേസസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ടു അൺസ്ക്രാമ്പിൾ ദ സെന്റൻസ്. അതായത് ഈ പറയുന്ന കൊടുത്തിരിക്കുന്ന സെന്റൻസിന്റെ ഓരോ ഭാഗം എന്താണ്, ഡിസോർഡർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഡിസോർഡറായി കിടക്കുന്ന പാർട്ട് വെച്ച് ശരിയായ സെന്റൻസിനെ നമുക്ക് രൂപപ്പെടുത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്തായിരിക്കും, ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ് ഐ ഹാവ് എവർ സീൻ എന്നാ വരണ്ടേ. അപ്പൊ ആദ്യം സി വരണം, ദിസ് ഈസ് വൺ ഓഫ്, ദെൻ എ ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവീസ്, ദെൻ ബി. അപ്പൊ CAB എന്ന് വരണം. അങ്ങനെ വന്നിരിക്കുന്ന ഏതാ, ഇതാണ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പൊ നമ്മൾ ഈ പറയുന്ന ചോദ്യ പേപ്പറിലെ ബാക്കി 10 ചോദ്യങ്ങളും നമ്മൾ വിശകലനം ചെയ്തു. ഇനി നമുക്കൊരു 10 ചോദ്യം കൂടെ ഈ പറയുന്ന ക്ലാസ്സിൽ വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഓരോ ക്ലാസ്സിലും 20 ചോദ്യങ്ങൾ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് പേപ്പർ എന്ന് പറയുന്നത് LD ക്ലർക്ക് വേരിയസ് കൊല്ലം കണ്ണൂർ. കൊല്ലത്തും കണ്ണൂറും നടത്തിയ LD ക്ലർക്ക് വേരിയസ് പരീക്ഷയാണ്. അതായത് ഓഗസ്റ്റ് 17-ാം തീയതി 2024 ഓഗസ്റ്റ് 17-ാം തീയതി നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മളിവിടെ അടുത്തായി നോക്കാൻ പോകുന്നത്. നോക്കാം, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ്. അതായത് ഹാൻഡ് കർച്ചീഫ്സ് എന്നുള്ളതിന്റെ ശരിയായിട്ടുള്ള സ്പെല്ലിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഹാൻഡ് കർച്ചീഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഹാൻഡ് കർച്ചീഫ് എന്ന് മാത്രമാകുമ്പോൾ HANDKERCHIEF വരെയാണ് ഹാൻഡ് കർച്ചീഫ് എന്നുള്ളതിന്റെ സ്പെല്ലിംഗ്. ഇനി അതിന്റെ പ്ലൂറലാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം, ഒന്നുകിൽ S ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ എഫിന്റെ സ്ഥാനത്ത് VES ആഡ് ചെയ്ത് ചെയ്യാം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സിയും ബിയും ശരിയാണ്. രണ്ടും ഹാൻഡ് കർച്ചീഫിന്റെ പ്ലൂറലാണ്, ഹാൻഡ് കർച്ചീഫ്സ് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ 2 ആൻസർ വന്നതുകൊണ്ട് PSC ഇത് കട്ട് ചെയ്തിരിക്കുകയാണ്. ഓർക്കുക, ഇനി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് ഇപ്പം only 1 and 2 അല്ലെങ്കിൽ only 2 and 3 എന്നൊക്കെ പറഞ്ഞിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പൊ ഇതിന് നമ്മുടെ ഓപ്ഷൻ രണ്ടും കാണും. അപ്പൊ 1 ഉം 2 ഓപ്ഷൻസ് ഇങ്ങനെ ആയിരിക്കും.
അപ്പൊ നമുക്ക് ആൻസർ ആയിട്ട് എന്താണ് ഓൺലി 1 and 2 നമ്മൾ എഴുതിക്കോണം. ഹാൻഡ് കർച്ചീഫിന്റെ പ്ലൂറലായിട്ട് നമുക്ക് ഹാൻഡ് കർച്ചീഫ്സ് FS എന്നും VES എന്നും നമുക്ക് ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മാങ്കർ പോളിസി? എന്താണ് ഇതൊരു ഇഡിയമാണ്. എന്തായിരിക്കും എന്റെ ശരിയായിട്ടുള്ള ആൻസർ? എ മാൻ ഹു പ്രിവെന്റ്സ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. അതായത് മറ്റുള്ളവരെ എന്തെങ്കിലും കാര്യം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടസ്സം വരുത്തുന്ന ആളിനെ നമ്മൾ എ ഡോഗ് ഇൻ ദ മാങ്കർ പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സ്പോട്ട് എറർ. നോക്കുക, ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച് സ്കൂൾ ലേറ്റ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ താമസിച്ചാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും അവൻ നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയെങ്കിലും താമസിച്ചാണ് സ്കൂളിലെത്തിയത്. അപ്പൊ അങ്ങനെ വരുമ്പം ഇത് രണ്ടും കോൺട്രാക്ടറി എന്താണ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അവൻ നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങി, അങ്ങനെ ആകുമ്പോൾ സാധാരണ നേരത്തെ സ്കൂളിൽ എത്തേണ്ടതാണ്. പക്ഷെ അങ്ങനല്ല സംഭവിച്ചത്, താമസിച്ചെത്തിയത്. അപ്പം കോൺട്രഡിക്ടറി ആണ്, വൈരുദ്ധ്യങ്ങളാണ്. അങ്ങനെ വൈരുദ്ധ്യങ്ങളായിട്ടുള്ള സെൻറ്റൻസിനെ നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് ഓൾദോയും ബട്ടും ഉപയോഗിക്കും. പക്ഷെ ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിച്ചിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച് സ്കൂൾ ലേറ്റ്. നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് തുടങ്ങിയ സ്ഥിതിക്ക് പിന്നെ ഇവിടെ ബട്ടിന്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ആൻസർ അല്ലെങ്കിൽ തെറ്റായിട്ട് വന്നിരിക്കുന്നത് ബി എന്ന് പറയുന്ന പാർട്ടാണ്. ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നോക്കുക, ഇവിടുത്തെ സ്പെല്ലിംഗ് തെറ്റിപ്പോയി. ചോദ്യത്തിന്റെ ഫാക്സിമിലി എന്നായിരുന്നു വരേണ്ടത്. അതായത് FASന് പകരം FAC, ദെൻ സിയുടെ സ്ഥാനത്തായിരുന്നു S വരേണ്ടത്. ഫാക്സിമിലി എന്നായിരുന്നു ചോദ്യം വരേണ്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്തു. ഇനി ഫാക്സിമിലി ഇത് കറക്റ്റായിട്ട് PSC ചോദിച്ചാൽ ഇതിന്റെ അർത്ഥം എന്താണ്? എക്സാക്ട് കോപ്പി എന്നാണ്. ഓക്കെ, എക്സാക്ട് കോപ്പി, ഇതാണ് കറക്റ്റ് ആൻസർ. പക്ഷെ സ്പെല്ലിംഗ് വ്യത്യാസപ്പെട്ടുള്ള തെറ്റിപ്പോയതുകൊണ്ട് PSC ഇത് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അടുത്ത ചോദ്യം, നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ റിപ്പോർട്ടർ സ്പീച്ച്. അപ്പൊ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഡയറക്റ്റ് സ്പീച്ച് നോക്കുക, നീഡ് എന്ന് പറയുന്ന സഹായക്രിയയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഇൻട്രോഗേറ്റീവും കൂടാണ്. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യമാണല്ലോ, അങ്ങനെ നമുക്ക് നവീൻ സെഡ് എന്നുള്ള ആസ്ക്ഡ് ആക്കണം. എന്നിട്ട് നമുക്ക് ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇഫോ വെതറോ ആഡ് ചെയ്യണം. നമ്മുടെ ഓപ്ഷൻ നോക്കിയപ്പോൾ എല്ലായിടത്തും ഇഫ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിവിടെ ഇഫ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നവീൻ ആസ്ക്ഡ് എന്നാണല്ലോ വരേണ്ടത്. അപ്പോൾ നവീൻ സെഡ് എന്ന് വരാൻ പാടില്ല, നവീൻ ആസ്ക്ഡ്. റിക്വസ്റ്റഡും അല്ല, ഇവിടെ നവീൻ ആസ്ക്ഡ്. അപ്പൊ രണ്ടിടത്ത് ബിയും ഡിയും നവീൻ ആസ്ക്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. ഇനി നോക്കുക, ഇവിടെ എന്താ നീഡ് ഐ ഗോ അറ്റ് വൺസ് എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് മാറ്റണം. അതായത് നീഡ് ഐ എന്നുള്ളത് ഐ നീഡ് എന്നാക്കണം. അങ്ങനെ ആക്കിയിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാൻ. അപ്പൊ ഐ നീഡ് ഗോ അറ്റ് വൺസ് എന്ന രീതിയിൽ സങ്കല്പിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുക. അപ്പൊ ഈ ഐ എന്തായി മാറണം? ഹി ആയി മാറണം. ഇവിടെ നോക്കുക, ഈ ബി ഓപ്ഷനിൽ ഐ തന്നെയാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് ബി എ നമുക്ക് അങ്ങ് കളയാം. ഇനി നോക്കുക, ഡിയിൽ എന്ത് വന്നിട്ടുണ്ട്? ഹി എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഓക്കെയാണ്. നീഡ് എന്നോ മസ്റ്റ് എന്നോ കാണുവാണെങ്കിൽ അതിനെ നമ്മൾ എന്താക്കണം? ഹാഡ് ടു ആക്കണം. ഡയറക്റ്റ് സ്പീച്ചിലെ നീഡ് അല്ലെങ്കിൽ മസ്റ്റ് എന്തായി മാറും? ഹാഡ് ടു ആയി മാറും. ദെൻ ഗോ അറ്റ് വൺസ് എന്നുള്ളത് ജസ്റ്റ് ദെൻ എന്നാവും. അപ്പൊ അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ്. വർക്ക്മെനിൽ ആരും വന്നില്ലെന്ന. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ നണ്ണിലാണ് തുടങ്ങിയിരിക്കുന്നത്. സോ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആകണം. ഇവിടെ നോക്കുമ്പോൾ പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാ? ഈ എയും സിയുമാണ്. ഇപ്പൊ ഡു ദേ ആണോ ഡിഡ് ദേ ആണ്? നമ്മൾ നോക്കാം, ഇവിടുത്തെ വെർബ് നോക്കാം, അറൈവ്ഡ് എന്നാണ്. അറൈവ്ഡിനകത്തുള്ള സഹായക്രിയ ഇതാണ്, ഡിഡ് ആണ്. സോ ഡിഡ് ദേ എന്നുള്ള ഇതാണ് കറക്റ്റ് ആൻസർ. സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇത് നോക്കുക, ലെപ്റ്റോസ്പിറോസിസ് ഇസ് റിലേറ്റഡ് വിത്ത്. ലെപ്റ്റോസ്പിറോസിസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ നമ്മൾ എലിപ്പനി എന്നാണ് പൊതുവെ പറയുന്നതെങ്കിലും ആക്ച്വലി എലിയുടെ യൂറിൻ കൊണ്ട് മാത്രമാവണമെന്നില്ല, വേറെ ഏത് മൃഗങ്ങളുടെ യൂറിൻ കൊണ്ട് സംഭവിക്കാവുന്നതാണ്. അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ബാക്ടീരിയ സ്പ്രെഡ് ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നു. അപ്പൊ ബാക്ടീരിയയുമായി ബന്ധപ്പെട്ടാണ്, അതാണ് അതിന്റെ കറക്റ്റ് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന എല്ലാത്തിൽ നിന്നും ഇത് സംഭവിക്കാം, എല്ലാത്തിന്റെയും മൂത്രത്തിൽ നിന്ന് സംഭവിക്കാം. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നത് കൊണ്ട് ഇതും എന്തിരിക്കുന്നു? PSC അവോയ്ഡ് ചെയ്തിരിക്കുക. ഇനി അടുത്ത് നോക്കുക, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതൊരു പ്രോവർബാണ്, ഒരു പഴഞ്ചൊല്ലാണ്, അല്ലെങ്കിൽ ഇഡിയമായിട്ട് നമുക്ക് എടുക്കാം. അതറിയാവുന്നവർക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. നോക്കുക, ഇവിടെ എങ്ങനെ ആയിരിക്കും വരിക? എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് ടു ഇൻ ദ ബുഷ്. ഇവിടെ എയും ദായുമാണ് വരേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതാണ് കറക്റ്റ് ആൻസർ.
ഇനി അടുത്ത് ഹീസ് ബീങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അക്യൂസ്ഡിന്റെ കൂടെ നമ്മൾ എപ്പോഴും എന്തേ ഉപയോഗിക്കത്തുള്ളൂ? ഓഫ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ? അക്യൂസ്ഡ് ഓഫ്, തിങ്ക് ഓഫ്, തിങ്കിന്റെ കൂടെ ഓഫ്, അക്യൂസ്ഡിന്റെ ഓഫ്. അപ്പൊ അങ്ങനെ ഉള്ള ചില വാക്കുകളുണ്ട്. അപ്പൊ അതിൽ പെടുന്നതാണ് അക്യൂസ്ഡ്. അതിനുശേഷം ഓഫ് ആണ് വരേണ്ടത്. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ. ഇനി അടുത്ത് നോക്കുക, ചേഞ്ച് ദ വോയിസ്. നോക്കുക, ദേ ഹാവ് കോൺടാക്റ്റഡ് എവരി വൺ കൺസേൺഡ്. നമ്മൾ ഇതിന്റെ ആക്റ്റീവ് വോയിസ് തരികയും അതിനെ പാസീവ് വോയിസിലേക്ക്, ഇതിപ്പം നോക്കുക ഇത് ആക്റ്റീവ് വോയിസ് ആണ്. കാരണം എന്താ, ഇത് സബ്ജക്റ്റിലാണ് തുടങ്ങിയിരിക്കുന്നത്. സബ്ജക്റ്റ്. അപ്പൊ സബ്ജക്റ്റ് തുടങ്ങിയിരിക്കുന്നത് ആക്റ്റീവ് വോയിസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതുപോലെ ഹാവ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാഡ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാസ് പ്ലസ് V3 ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യണം? ഒരു ബീൻ ചേർക്കണം. അപ്പൊ എന്താവും? ഹാവ് ബീൻ കോണ്ടാക്റ്റഡ് എന്നാവും. ഇനി മനസ്സിലാക്കേണ്ട കാര്യം ഇവിടുത്തെ ഒബ്ജക്റ്റ് എവരി വൺ ആണ്. ആ എവരി വൺ ഇനി ഇപ്പുറത്ത് വരുമ്പോൾ എന്തായി മാറും? എവരി വൺ സിംഗുലർ ആണ്. സിംഗുലറായ സ്ഥിതിക്ക് ഇവിടെ ഹാവ് അല്ല ഹാസ് ആണ് വരേണ്ടത്. അപ്പൊ എവരി വൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് എന്ന് വരുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ ഓക്കെ, എവരി വൺ ഹാവ് ബീൻ കോണ്ടാക്റ്റഡ് എന്നത് തെറ്റാണ്. ഇവിടെ എവരി വൺ കൺസേൺ എന്നാണല്ലോ ഇവിടുത്തെ ഒബ്ജക്റ്റ്. എവരി വൺ കൺസേൺ എന്നാണ് കേട്ടോ. എവരി വൺ കൺസേൺ ഇത്രയാണ് ഒബ്ജക്റ്റ്. അപ്പൊ അങ്ങനെ എവരി വൺ കൺസേൺ എന്ന് വരണം. എവരി വൺ കൺസേൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ് എന്ന് വരണം. അപ്പം ഇവിടെ എവരി വൺ മാത്രമേ ഉള്ളൂ, അല്ലാതെ തന്നെ ഇവിടെ ഹാവ് ബീൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് തെറ്റാണ്. ഇവിടെ നോക്കാം, എവരി വൺ കൺസേൺ എന്നുണ്ട്, പക്ഷെ ഇവിടെ ഹാവ് ബീൻ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാസ് ആണ് വരുന്നത്. കാരണം എവരി വൺ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഹാസ് ആണ് വരുന്നത്. അപ്പൊ ഇതും തെറ്റാണ്. ഇവിടെ നോക്കുമ്പോൾ എവരി വൺ കൺസേൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്, ഇവിടെ ഈസ് ബീങ് കോണ്ടാക്റ്റഡ് തെറ്റാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ്. എവരി വൺ കൺസേൺ ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. ഓക്കെ, അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ആൻസറിലേക്ക് വന്നത്? നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ ഹാവ് പ്ലസ് V3 ആണ്. അങ്ങനെ ഹാവ് പ്ലസ് V3, ഹാസ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3 എന്ന് വരികയാണെങ്കിൽ നമ്മൾ ഇതിന്റെ രണ്ടിടയ്ക്ക് ബീൻ ചേർത്താൽ മതി. പക്ഷെ അങ്ങനെ ബീൻ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടുത്തെ ഒബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന്. സിംഗുലർ ആണെങ്കിൽ ഹാവിനെ മാറ്റി ഹാസ് ആക്കുക. ഇവിടെ ഹാസ് ആണെങ്കിൽ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ അതിനെ ഹാവ് ആക്കണം. ഇനി പാസ്റ്റ് ഹാഡ് ആണെങ്കിൽ പ്രശ്നമില്ല. ഹാഡ് നമുക്ക് സിംഗിളിന്റെ കൂടെയും പ്ലൂറലിന്റെ കൂടെ ഉപയോഗിക്കാം. ഇവിടെ എവരി വൺ കൺസേൺ എന്നുള്ളത് സിംഗിൾ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഹാവിനെ മാറ്റി ഹാസ് ആക്കിയത്. എന്നിട്ട് പിന്നെ ബീൻ ദെൻ കോണ്ടാക്ട്. അപ്പൊ ഇങ്ങനെ സി ആണ് കറക്റ്റ് ആൻസർ. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദ്യമാണ്, ചോദ്യപേപ്പറാണിത്. ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇതിലെ ഒരു ചോദ്യം നിങ്ങൾക്ക് തരികയാണ്, ഒരു പ്രാക്ടീസ് സെഷൻ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത്. ഈ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിനോടകം ചെയ്ത എല്ലാ ക്ലാസ്സുകളുടെ, അതായത് 12 ക്ലാസ്സുകളുടെയും ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത്? എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കേരള PSC, SSC, UPSC, ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ ലഭ്യമാണ്. രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്.